നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിജീവിതയ്ക്ക് ആവശ്യമായ പിന്തുണ തുടർന്നും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസിനെതിരായ ദിലീപിന്റെ പ്രതികരണം സ്വയം ന്യായീകരിക്കാനെന്ന് പറഞ്ഞ അദ്ദേഹം പോലീസ് നിലപാട് സ്വീകരിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്നും വ്യക്തമാക്കി. പ്രോസിക്യൂഷന് വീഴ്ചയില്ലെന്നും അപ്പീൽ പോകുന്നതിൽ തീരുമാനം വിധി പരിശോധിച്ച ശേഷമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിലെ നടൻ ദിലീപ് കുറ്റവിമുക്തനായ പശ്ചാത്തലത്തിൽ നിയമാവലികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സംഘടനകൾക്ക് തിരിച്ചെടുക്കേണ്ടി വന്നേക്കുമെന്ന് നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ. കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടുവെന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. എപ്പോഴും അവർ ആഗ്രഹിച്ച ശിക്ഷ കിട്ടാത്ത ഭാഗത്തിന് സ്വാഭാവികമായും പരിഭവവും പ്രതിഷേധവും ഉണ്ടാകുമെന്നും താൻ കോടതിയെ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്നും രഞ്ജി പണിക്കർ കൂട്ടിച്ചേർത്തു. പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ ഇന്നും റദ്ദാക്കി. പുതിയ പൈലറ്റ് റോസ്റ്റർ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇൻഡിഗോയുടെ ശൈത്യകാല സർവീസുകൾ DGCA വെട്ടിക്കുറച്ചു. നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആകരുതെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. കേരളത്തിലെ SIR സമയപരിധി 2 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകി സുപ്രീംകോടതി. ഇതോടെ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 20 ആകും. SIR നടപടികളുടെ സമയം കൂടുതൽ നീട്ടി നൽകണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യം ഈ മാസം 18 പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. മുൻകൂറായി സമയം നീട്ടി നൽകാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന് മാത്രമാണ് തമിഴ്നാട് സംസ്ഥാനവും പുതുച്ചേരി യൂണിയൻ ടെറിട്ടറിയുമെന്ന് TVK അധ്യക്ഷൻ വിജയ്. എന്നാൽ TVKക്ക് അങ്ങനെയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരും ഒന്നാണെന്നും എല്ലാവരും സ്വന്തക്കാരാണെന്നും വിജയ് വ്യക്തമാക്കി. തമിഴ്നാടിന് വേണ്ടി മാത്രമല്ല സംസാരിക്കുകയെന്നും പുതുച്ചേരിക്ക് വേണ്ടിയും സംസാരിക്കുമെന്നും പുതുച്ചേരി സർക്കാർ DMK സർക്കാരിനെ പോലെയല്ലെന്നും വിജയ് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.